ഹലോ ഗൈസ്, എല്ലാവർക്കും കുഞ്ഞസ് എന്ന പുതിയ വീട്ടിലേക്ക് സുഹൃത്ത്. ഞങ്ങളിത് ആറാട്ടാണ്. ഇത് ഞങ്ങളുടെ ഒരു അമ്പലത്തിൽ ആറാട്ടിന് തലേ ദിവസം എന്നാണ് ഈ പള്ളി വേട്ട. അതിലോട്ട് പോണ വഴിയിലെ ഈ ലൈറ്റാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് കണ്ണിനൊക്കെ കുളിർന്ന് വരും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കാണേണ്ടത് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അതേ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സംഭവമാണ് ഗൈസ് ഇഷ്ടം. ഗൈസ് പള്ളി വേട്ട തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമ്മള് ഇപ്പൊ ടൈം ഒരു 9:48 ഇതിവിടെ പടുക്കയൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴും ഒരു പടുക്കയൊക്കെ എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ലൈറ്റ് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ ഇവിടെ വരുന്നൊരു അമ്പലമാണ്. അതായത് നമ്മുടെ അമ്മൻകോവിൽ ഭദ്രകാളി ക്ഷേത്രം. അതാണിത്. അത് ഈ ഈ സ്വർണ്ണ കൂമ്പാരങ്ങളുടെ ഒരു പരിസരമാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ഇങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഈ ട്രീസിലൊക്കെ ഇങ്ങനെ തൂക്കിയിടും. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ കാണുന്നതാണ് അമ്പലം. KSRTC ബസ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല നല്ല ഭംഗിയാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞ് ഈ കടക്കൊട്ട ഈ ഒരു കോവിൽ ഉത്സവമാണ് ഏറ്റവും നല്ല അടിപൊളി ഗൈസ്. കണ്ടില്ലേ, അവിടെ ട്രംപുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ ഉത്സവത്തിൻ്റെ കുറേ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആ ഗ്രൗണ്ടാണ് ഗൈസ്. കൊണ്ട് അടിപൊളി. ഈ നമ്മുടെ ഈ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഈ ഗ്രൗണ്ടും ഈ അമ്പലം നല്ല ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇന്നത്തെ തിരക്കിൻ്റെതാണ്. നല്ല തിരക്കായിരിക്കും ഇവിടെ ഇപ്പോൾ. അതേപോലെ തന്നെ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കഴക്കൂട്ടം മാർക്കറ്റിൻ്റെ അവിടെ, മാർക്കറ്റ് എല്ലാവരും നമ്മുടെ ആ ജംഗ്ഷൻ, നമ്മുടെ കഴക്കൂട്ട സ്കൂളിൻ്റെ പോണ വഴിക്ക് കഴക്കൂട്ടം മാർക്കറ്റ്, ആ ഒരു സംഭവത്തിലിട്ടത് കൃഷ്ണ അമ്പലം. ഇതുവഴി ഇങ്ങനെ കയറിപ്പോയാൽ നമുക്ക് കൃഷ്ണ അമ്പലത്തിലോട്ട് പോകാം. ഇവിടെ നിന്ന് ലൈറ്റുകൾ തീർന്നില്ല. എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടം ലൈറ്റാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരു ഗണപതി. അത് അടുത്താണ്. ഇത് ആർക്കായാലും മിസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ മരങ്ങളിൽ നിന്ന് ഈ ട്യൂബ് കേൾക്കുന്നതാണ് തൂക്കിയിടുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് കുറച്ച് മങ്കീസിനൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ആരടാ പ്രണയമ്പൊക്കെ വിടുന്നു. പിന്നെ ഒരാളെ സൈക്കിളൊക്കെ പിടിച്ചോണ്ട് പോകുന്നത്, ചായ അടിച്ച് കൊടുക്കുന്നു. ഇത് കാളുകൾ തമ്മിൽ ഈ ചെണ്ട കൊട്ടുന്നു. നമ്മളുടെ കൺകുളിർമകൾ. ഒരു പശുവിനെ കുത്തിയൊക്കെ ഇടുന്നേ. എൻജോയ്. ആന ശിവലിംഗത്തിന് നേരെ വെള്ളം ഒഴിക്കുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ കൃഷ്ണൻ പശുവായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. അത് ഈ ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റില്ല. പിന്നെ അത് ഇരിക്കുന്നുണ്ട്. ഇത് പച്ചയാണെങ്കിലും
ഉത്സവത്തിന് വരണമെന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റ് കാണാൻ. ഇപ്പൊ ആ അമ്പലത്തിൽ നിന്ന് കുറച്ചൊക്കെ ദൂരമായിട്ടുണ്ടാവും. എന്താണ് ഈ ലൈറ്റ് തീരും. എനിക്ക് ലൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കഴിഞ്ഞ വർഷം നടന്ന ആ ഉത്സവം വരെ ഇപ്പം എൻ്റെ മൈൻഡിലുണ്ട്. കാരണം അത് ഇന്നലെ കഴിയുമ്പോഴാണ് നമുക്കത് തോന്നുന്നത്. ഏതോ ഒരു രാജാവതേ വാളും കിട്ടുന്നു. ഇവിടെ വരുന്നത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ലൈറ്റ്. അല്ലെങ്കിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്തൊരു പ്രത്യേക ഒരു സെറ്റ് വൈബ് തന്നെയാണ്. ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഇനി കോവിലിൻ്റെ അകം ആണ് ഞാൻ കാണിക്കാൻ മാറുന്നത്. ടെക്നോ പാർക്ക് ഈസ്റ്റ് ഗേറ്റിലേക്ക് പോകുന്നത് ഈ വഴിയാണ്. ടെക്നോ പാർക്ക് ഈസ്റ്റ് പോകുന്ന വഴി അനൗൺസ്മെന്റ് ഉണ്ട്. വേട്ട പുറപ്പെട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നമ്മളിത് താഴേക്ക് ഇറങ്ങി പോവാണ്. ഞാൻ അയ്യപ്പനെ കണ്ടിട്ട് മുരുകനെന്ന് വിചാരിച്ചു. ഒരു കൊരങ്ങനൊക്കെ ആ കേട്ട തേങ്ങൊക്കെ ഇടുന്നെങ്കിൽ കൊരങ്ങന്മാർ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല ഈ ഒരു സംഭവം. അങ്ങനെയാണ് ആദ്യം കാണിക്കുന്ന ഭക്തനെയും അവസാനം കാണിക്കുന്ന ഭക്തനെയും ഭഗവാൻ ഒരുപോലെ കാണുകയുള്ളൂ. സഹകരിക്കുക. കന്യാകുമാരിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ എറണാകുളത്തോട്ട് പോകാം. എനിക്ക് ഇങ്ങോട്ട് ബോർഡൊക്കെ ഇഷ്ടം. നമ്മൾ ഈ വഴിയിലോട്ട് പോയി പിന്നെ കാണിച്ച കൃഷ്ണാമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത്. കൃഷ്ണസ്വാമിക്ക് പോകുന്ന വഴിയാണിത്. ഇങ്ങോട്ട് കയറുന്നത് നേരെ പോയാൽ മതിയാകും. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പഴം കിസ് അങ്ങുവാനക്കോണും പിന്നെ പൂവപ്പൂവൻ. ഇതുവഴിയാണ് ഗൈസ്
സോറി ഗൈസ്. ഗൈസ് പള്ളിവേട്ട ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു ഗൈസ്. റാനോ ദുബൈ കിറാനോ നാനോ ഒരു ശില്പം ഉണ്ടാക്കിയ സർവീസ്. ഇതൊക്കെ നാളെ ആറാട്ടിനുള്ളതാണ് ഗൈസ്. ഇതൊക്കെ ആറാട്ടിനുള്ളതാണ്. ഗൈസ് സൗണ്ട് ബോക്സ് വയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ക്ലിയർ അല്ല. അത് നാളെ ആറാട്ടിൻ്റെ അന്ന് നാളത്തേക്കുള്ളതാണ് അതെല്ലാം. ഇതൊക്കെ കടകൾ പോകുന്നു ഗൈസ്. സാമി ഗൈസ് ഫ്ലവർ ഈ തൈ വിത്ത് അതൊക്കെയാണ്. എല്ലാവരും കമ്മിറ്റിയോട് സഹകരിക്കുക. ദയവിധേയ തിരക്ക് കൂട്ടരുത്. എല്ലാവരും കാണിക്കുന്നതിന് ശേഷം മാത്രമേ പള്ളിവേട്ട എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. അവരങ്ങോട്ട് വന്നു ഇപ്പൊ നമ്മളെ കണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഉടനെ വരും. അപ്പൊ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് അതേ ആന പോകുന്നു ഗൈസ്. ആന 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 എനിക്ക് ഏറ്റവും ഇഷ്ടം ഗൈസ്. ആനകൾ ഇഷ്ടപ്പെടാത്ത ആരും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ആനേനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ ഒരു പുല്ലാട്ടൊരു ഗൈസ്. ഞാൻ ആനയുടെ തൊട്ടിട്ട് വരേണ്ട ഗൈസ്. വലിയ ഇഷ്ടമാണ്. ഇനി അങ്ങോട്ടെല്ലാം ഉണ്ട് ഗൈസ്. ഇനി അങ്ങോട്ടെല്ലാം നിറയെ ലൈറ്റ്സ് ഉണ്ട്. പിങ്ക് റെഡ് അതേപോലെ തന്നെ നമ്മുടെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ ഞാൻ കാണിച്ചു തരാം. ഗള്ളീസ് ഹൈവേ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. സൈഡിലൊന്നും ലൈറ്റ്സ് ഇട്ടിട്ടില്ല. ഗൈസ് നമ്മുടെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ കുറച്ചിലൊന്നും പറഞ്ഞു. നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഈ അടുത്ത ഗൈസ് നമ്മുടെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. കണ്ണിലൊക്കെ പൊടി വീഴുന്നു ഗൈസ്. ഗൈസ് നമ്മളിതേ ഇതുവഴി എങ്ങനെ ഇറങ്ങി. അത് ഹൈവേ വന്ന് ഇറങ്ങുന്നതും ഇത് കയറുന്നതുമാണ്. കുറേ വണ്ടികളൊക്കെ അതുവഴി ഇറങ്ങും. ഇത് കയറുന്ന വഴി, അത് ഇറങ്ങുന്ന വഴി. ഗൈസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ ഇനി കുറച്ചുകൂടെ ദൂരം പോകണം. കാരണം ഇങ്ങ് വരെയൊന്നും ഒരു ലൈറ്റ് ഇടത്തില്ല. കാരണം ഇവിടം വരെയൊന്നും ആറാട്ടം അധികം വരാത്തതുകൊണ്ട് ഒരു ലൈറ്റ് ഇടാറുണ്ട്. പള്ളിവേട്ട എഴുന്നള്ളുന്നത്. ഇത് പള്ളിവേട്ട അടുത്ത പൂജ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നള്ളുന്നത്. ലൈറ്റ്
വീട്ടിലും കണ്ടാലും മതി വരാത്തക്കാരുണ്ടോ ഗൈസ്? താഴെ കമന്റ് ചെയ്യും. അയ്യപ്പൻ, പിന്നെ ദേ വരുമ്പോൾ മുരുകൻ, പിന്നെ നമ്മളുടെ പകുതി ശിവനും പകുതി ദുർഗാദേവി ആണെന്ന് തോന്നുന്നു. അങ്ങനെ എടുത്ത് പിന്നെ വരുമ്പോൾ ഈ ഒരു സൗണ്ടിലാണെങ്കിൽ സയ്യോഗീസ് എനിക്ക് അത് അയ്യപ്പനാണ്. പിന്നെ അതേ ഇതുണ്ട് ഒരു മയിലിനെ പീലി വിടർത്തി വരുന്നത്, പീലി താക്കുന്നത്. പിന്നെ ഇത് അവിടത്തേക്കുള്ള നാഗസ്വരത്തിനുള്ള ലോറിയാണിത്. പിന്നെ നമ്മൾ നാഗസ്വരച്ചത് ഇവിടെയാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. പിന്നെ ഇനി നമ്മളുടെ പള്ളിവേട്ടയ്ക്കുള്ള വീഡിയോ ഉടനെ വരും. അപ്പോൾ അതുവരെയിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇന്ന് നമ്മളിത് പള്ളിയോട് നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടേക്ക് നിൽക്കാൻ സ്ഥലം കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ. ഇതാണ് ഡിസംബറിന് അമ്മൻ കോവിൽ. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി പള്ളിവേട്ടയ്ക്കുള്ള ആ പള്ളിവേട്ടയുടെ ആ വീഡിയോ ഉടനെ വരും. അതുവരെ എല്ലാ പേരും വെയിറ്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പറ്റുന്നിടത്തോടെ നിങ്ങൾ ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.